എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 3 ശ്ലോകം 4, 5, 6, 7 4 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഇനി നവയോഗി സംവാദം തുടരുന്നു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 4. ഏവം സൃഷ്ടാനി ഭൂതാനി പ്രവിഷ്ട പഞ്ചധാതുഭി ഏകഥാ ദശധാത്മാനം വിഭജൻ ജുഷതേ ഗുണാൻ. പൃഥ്വി, ജലം, വഹ്നി, വായു, ആകാശം എന്നീ 5 ഭൂതങ്ങളെ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ദേവ മനുഷ്യാദി ശരീരങ്ങളിൽ ജീവരൂപേണ വസിക്കുന്ന ഭഗവാൻ അന്ധക്കരണാഭിമാനി എന്ന നിലയിൽ 1 ജ്ഞാനേന്ദ്രിയങ്ങള് കർമ്മേന്ദ്രിയങ്ങള് എന്ന നിലയില് 10 തന്നെത്താൻ വിഭാഗിച്ച് ഓരോന്നിലും പ്രതിഫലിച്ചിട്ട് ശബ്ദാദി വിഷയങ്ങളെ ശ്രോത്രാദികരണങ്ങൾ കൊണ്ട് അനുഭവിക്കുന്നു. ഇത് ജീവസ്വഭാവമാകുന്നു. അതിനാൽ സൃഷ്ടികർത്താവായ ഭഗവാൻ തന്നെയാണ് ഭോക്താവ് എന്ന നിലയിലും ഇരിക്കുന്നത്. അതുകൊണ്ട് ജീവൻ ബ്രഹ്മാഭിന്നനാണ്. ആ സത്യവിസ്മൃതിയുടെ നാശം തന്നെയാണ് മോക്ഷം. ജീവന്റെ മോക്ഷപ്രാപ്തിക്കായിട്ട് സൃഷ്ടിച്ച ഭൂതങ്ങളിൽ അന്തര്യാമി രൂപേണ ഭഗവാൻ തന്നെ പ്രവേശിച്ചു. തത് സൃഷ്ട്വാ തദേവാനുപ്രാവിശൽ. അതായത് അതിനെ സൃഷ്ടിച്ചിട്ട് അതിൽ തന്നെ അനുപ്രവേശിച്ചു. ശരീരം, ഇന്ദ്രിയം, അന്ധക്കരണം മുതലായ നിർമ്മാണ സാമഗ്രികളുടെ ഉത്ഭവസ്ഥാനം ഈശ്വര ശക്തി സ്വരൂപമായ മായ ആണ് എന്ന് മനസ്സിലാക്കണം. ഇച്ഛാരൂപമായ സർവേശ്വര കടാക്ഷം ആണ് ഭൂതോൽപത്തിക്ക് കാരണം. ഭൂമ്യാദി സകല ഭൂതങ്ങളും മായാകാര്യങ്ങളായതുകൊണ്ട് ലോകം മായാമയം എന്നാണ് ഇതുവരെ പറഞ്ഞതിന്റെ സാരം. ഗുണേർഗുണാൻ സഭുഞ്ജാന ആത്മപ്രദ്യോതിതൈ പ്രഭു മന്യമാനൈദം സൃഷ്ടം ആത്മാനമിഹ സജ്ജതേ. ഏക ചൈതന്യമായി തന്നെ ഇരിക്കുന്ന ജീവനും ഈശ്വരനും തമ്മിൽ ഭേദം എങ്ങനെയാണ് സംഭവിച്ചത് എന്നത് സ്പഷ്ടമാക്കണം ഈ ശ്ലോകത്തില്. തന്നാൽ സൃഷ്ടിക്കപ്പെട്ട ശരീരത്തിൽ അന്തര്യാമിയായി പ്രവേശിച്ച ആ പ്രഭു അന്ധക്കരണ പ്രതിഫലന നിമിത്തം എപ്പോൾ ദേഹത്തിൽ അഭിമാനിയായി ഭവിക്കുന്നുവോ അപ്പോ ജീവൻ എന്ന പേരിനെ വഹിക്കുന്നു. അന്തര്യാമിയായ ആ ജീവാത്മാവിന്റെ സന്നിധാന വിശേഷത്താൽ ഗുണകാര്യങ്ങളായ നേത്രാദി ഇന്ദ്രിയങ്ങൾക്ക് രൂപാദി വിഷയങ്ങളെ സ്വീകരിക്കാൻ സാമർഥ്യം സിദ്ധിക്കുന്നു. അത് സുഖപ്രദം, ഇത് സുഖപ്രദം എന്ന ജ്ഞാനം ഉണ്ടാകുന്നു. ജ്ഞാനം ഈശ്വര സ്വരൂപം, ഭേദഭാവന അന്ധകരണധർമ്മം. ഇങ്ങനെ ഇന്ദ്രിയങ്ങൾ മുഖാന്തരം വിഷയസുഖങ്ങളെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവൻ ഈ ശരീരത്തെ തന്നെ ആത്മാവായിട്ട് അഭിമാനിക്കുന്നതിനാൽ വിഷയഭോഗത്തിൽ അത്യാസക്തനായിട്ട് ഭവിക്കുന്നു. ഇന്ദ്രിയാദികളെയും ദേഹത്തെയും ആത്മാവായിട്ട് അഭിമാനിക്കാൻ കാരണം എന്ത് എന്ന് വെച്ചാൽ ആത്മാവിന്റെ സ്വപ്രകാശത്വം, ജ്ഞാനം, ആനന്ദം എന്നിവ ഇന്ദ്രിയങ്ങളിൽ ആത്മസംബന്ധ നിമിത്തം കാണപ്പെടുന്നതിനാൽ തന്നെ. ജഡങ്ങളായ ഇന്ദ്രിയങ്ങൾക്ക് രൂപാധിഗ്രഹണത്തിൽ സാമർഥ്യം ആത്മസംബന്ധ നിമിത്തമായിട്ടല്ലാതെ മറ്റു യാതൊരു വിധത്തിലും സിദ്ധിക്കില്ല. അതിനാൽ തന്നാൽ പ്രകാശിപ്പിക്കപ്പെട്ട ശരീരേന്ദ്രിയാദികളെ താൻ എന്ന് അഭിമാനിക്കുന്നത് തന്നെ ജീവഭാവം. ഉപഹിതമായ ആ ജീവചൈതന്യം ഉപാധിയെ തന്നെ സ്വരൂപമായിട്ട് വിചാരിക്കണം. ഇതിനെ തന്നെയാണ് സത്യവിസ്മൃതി എന്ന് മുമ്പ് പറഞ്ഞത്. ആ ഓർമ്മക്കേട് ജീവനുണ്ടായത് ദേഹാദ്യുപാധിയിൽ ബലമായിട്ടുണ്ടായ ആസക്തി നിമിത്താണ്. തന്നാൽ പ്രകാശിപ്പിക്കപ്പെടുന്ന വസ്തുക്കളെ താൻ എന്ന് അഭിമാനിക്കുന്നത് അവിവേക നിമിത്തമാണ്. ഈ അവിവേകം മായയുടെ ആവരണ ശക്തി, അതായത് അവിദ്യാശക്തി നിമിത്തം ഉണ്ടാകുന്നതാണ്. ഇങ്ങനെ ആലോചിച്ച് മായാസ്വരൂപത്തെ അറിയണം. കാര്യം കൊണ്ട് കാരണത്തെ അറിയുക എന്ന ന്യായമാണ് ഇവിടെ സ്പഷ്ടമാക്കിയിരിക്കുന്നത്.
കർമാണി കർമ്മഭിത് കുറുവൻ സനിമിത്താനി ദേഹഭൃത് തത്തത് കർമ്മഫലം ഗൃഹൻ ഭ്രമതീഹ സുഖേതരം. ഇങ്ങനെ വിഷയങ്ങളെ അനുഭവിക്കുന്നതായാലും അനുഭവം അവസാനിക്കുമ്പോൾ ജീവഭാവവും നശിച്ച് മുക്തമായിട്ട് ഭവിക്കും. അതിനാൽ സംസാര ദുഃഖങ്ങൾക്ക് അധികകാലം നിലനിൽപ്പിന് അവകാശമില്ല. മുക്തിയും അചരേണ സിദ്ധിക്കും. മുക്തിയും അചരേണ സിദ്ധിക്കും. അതിനായിട്ടുള്ള യത്നമൊന്നും ആവശ്യമില്ല എന്നാണ് ശങ്കിക്കുന്നതെങ്കിൽ ആ ശങ്ക ശരിയല്ല എന്ന് പറയണം. ജീവഭാവം അവസാനിച്ചാൽ മുക്തിയായി. പക്ഷേ അത് അവസാനിക്കാതിരിക്കാനുള്ള ഹേതു തുടർച്ചയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കണം. കാരണം നശിച്ചാലല്ലാതെ കാര്യം നശിക്കുകയില്ലല്ലോ. ഈ ദേഹം സിദ്ധിച്ചിരിക്കുന്നത് ചില സുഖങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കാനുള്ള കർമ്മങ്ങളുടെ ഫലമായിട്ടാണ്. ആ കർമ്മങ്ങൾക്ക് പ്രാരബ്ധ കർമ്മങ്ങൾ എന്ന് പേര്. ബീജത്തിൽ നിന്ന് പുറപ്പെടുന്ന അങ്കുരം പോലെ പ്രാരബ്ധ കർമ്മങ്ങളിൽ നിന്ന് സുഖദുഃഖാദ്യ അങ്കുരങ്ങൾ ഉത്ഭവിച്ചു തുടങ്ങി എന്ന് സാരം. എന്നാൽ അവയെ അനുഭവിക്കുക മാത്രമല്ല ഇപ്പൊ ചെയ്യണത്, ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഓരോവിധ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും ഇരിക്കണം. പൂർവജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലമായ സുഖത്തെയും ദുഃഖത്തെയും അനുഭവിക്കുകയും ഈ ദേഹം നശിക്കുന്നതിന് മുമ്പ് തന്നെ മേലിലും ഈ വിധ സുഖദുഃഖങ്ങളെ അനുഭവിക്കാൻ തക്ക വാസനകളെ സമ്പാദിക്കുകയും ചെയ്യുന്നത് കൊണ്ട് വീണ്ടും ദേഹം സിദ്ധിക്കുന്നു. അതിനാൽ ഈ ശരീരം നശിച്ചാൽ സംസാര ദുഃഖവും അവസാനിക്കുമെന്ന് വിചാരിക്കരുത്. ശരീരം എടുക്കാൻ കാരണമായ വാസന തീരെ നശിക്കുന്നത് വരെ ജീവന് ദേഹം സിദ്ധിക്കുകയും സംസാരത്തിൽ ഭ്രമിക്കുകയും ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഉൽപ്പത്തി നാശങ്ങൾക്ക് അധീനമായ ശരീരത്തിലെ ഉൽപ്പത്തി നാശാദികളിൽ നിന്ന് വേറിട്ടിരിക്കുന്ന സത്യമായ ചൈതന്യം അനാദിവാസനാവശാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നതിനെയാണ് സംസാര ശബ്ദത്താൽ വ്യവഹരിക്കുന്നത്. ഇതുതന്നെയാണ് ബന്ധമെന്ന ശബ്ദത്തിന്റെയും അർത്ഥം. കർമ്മവാസന സംയുക്തമായ പരിച്ഛിന്ന ചൈതന്യം ആണ് ജീവൻ. വാസനയാകുന്ന ശരീരം ഭക്തിജ്ഞാന വൈരാഗ്യാഗ്നിയിൽ ഭസ്മമായാൽ ഉപാധിബന്ധം നശിച്ചു. അപ്പോ ജീവന്റെ കർമ്മബന്ധവും പരിച്ഛിന്നത്വവും നശിക്കും. ഇതിനെ സാധിപ്പിക്കുന്നത് മായയുടെ മറ്റൊരു സ്വരൂപമായ വിദ്യാശക്തിയാണെന്നും ധരിച്ചുകൊള്ളണം. ഇത്തം കർമ്മഗതിർഗച്ഛൻ ബഹ്വഭദ്രവഹാ പുമാൻ ആഭൂത സംപ്ലവാ സർഗ പ്രളയാവശ്നുദേവശ. ഇങ്ങനെ പുണ്യപാപകർമ്മങ്ങളാൽ കിട്ടുന്ന സുഖദുഃഖാദികൾ അനുഭവിക്കാൻ ദേവമനുഷ്യാദി യോനികളിൽ ജനിക്കുക, ബഹുവിധ സന്തോഷ സന്താപാദികൾക്ക് കീഴടങ്ങി ജീവിക്കുക എന്ന നിർബന്ധത്തിൽ അകപ്പെട്ടിരിക്കുന്ന ജീവൻ മഹാഭൂതങ്ങളുടെയും നാശം സംഭവിക്കുന്ന കൽപ്പകാലം വരെയും ഇങ്ങനെ ജനന മരണങ്ങള് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് തന്നെ അസ്വാതന്ത്ര്യം, ബന്ധനം, സംസാര ദുഃഖം എന്നിങ്ങനെ പറയപ്പെടുന്ന ആ ജീവാവസ്ഥ. യജമാനനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭൃത്യന്റെ ആജ്ഞയ്ക്ക് കീഴടങ്ങിയിരിക്കേണ്ടതായ അവസ്ഥ യജമാനന് സിദ്ധിക്കുന്നതായാൽ എന്തൊരു കഷ്ടമാണ് അല്ലെ? അതെല്ലാവർക്കും മനസ്സിലാവും. അതുകൊണ്ട് ഈ അവസ്ഥയിൽ നിന്ന് കഴിയുന്ന വേഗത്തിൽ വേറിടണമെന്നുള്ള ശ്രദ്ധ വരേണ്ടതാണ്. അതുകൊണ്ട് കെട്ടിൽ നിന്ന് വിട്ടുപോവാൻ യത്നം ആവശ്യമാണ്. അങ്ങനെ ജീവന്റെ ഉൽപ്പത്തി മാർഗത്തെ ഈ വിധം വ്യക്തമാക്കി. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.